ഇത് ഇലയടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിൽ എടുത്തേക്കുന്ന പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് ഫ്ലോർ നമ്പർ 1 ആണ്, അതായത് മൈദ. പിന്നെ എടുത്തേക്കുന്ന വട്ടയില, പിന്നെ ചിരികിയ തേങ്ങ, ഉണക്കമുന്തിരി, 2 ഏലക്കായ, ഒരു 10-20ഓളം ബദാം, പിന്നെ കുറച്ച് ശർക്കര, പിന്നെ കട്ട് ചെയ്ത ഏത്തപ്പഴം. നമ്മൾ മൈദാമാവ് ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തരിയും കട്ടയും ഒന്നും ഇല്ലാണ്ട് നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുക, ഒരു പാൻ വയ്ക്കുക, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് പാൻ ചുറ്റിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും ഉണക്കമുന്തിരിയും ഡ്രൈ ഫ്രൂട്ട് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം നമുക്ക്. ഞാനിതിൽ ബദാമും ഉണക്കമുന്തിരി മാത്രമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ശർക്കരയും തേങ്ങയും മാത്രം, ഏലക്കായും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുന്തിരി ഒന്ന് വീർത്ത് വരുന്ന ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും അതിനകത്ത് ശർക്കര ആഡ് ചെയ്യുക. ശർക്കര ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്ത് ചിരികിയ തേങ്ങ ചേർക്കുക. ഫുള്ളും ഇടുകയാണ് ചിരികിയ തേങ്ങ. എന്നിട്ട് അതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരേൻ്റെ കട്ടയും തരിയും ഒക്കെ മിക്സായിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മധുരം കൂടുതലും മറു സ്ഥലത്ത് മധുരം കുറവായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടിയിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച ഏലക്കായ പൊടിച്ചത് 2 എണ്ണം അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഈ ഏലക്കേൻ്റെ സ്മെല്ലൊക്കെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ. എന്നിട്ട് പാന് മാറ്റി വയ്ക്കുക, അത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കഴുകിയ ഇല നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് 1-2 സ്പൂൺ മാവ് സ്പ്രെഡ് ചെയ്യുക, നല്ലോണം കട്ടി കുറച്ച്. അങ്ങനെ ഓരോ ഇലയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്ത് 2-3 സ്പൂൺ, അത് നമുക്ക് ആവശ്യത്തിന് എല്ലാത്തിലും ഒരേ അളവിൽ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക. എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള പാറ്റേണും ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഇല നന്നായിട്ട് ഹാഫ് പോർഷൻ മടക്കുക. എന്നിട്ട് സൈഡ് 2ഉം മടക്കി ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ എടുക്കുക. ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഈ മാവൊന്നും ഒലിച്ച് ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തോട്ട് വീഴാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഈ മാവൊന്നും ഒലിച്ച് ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തോട്ട് വീഴാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 20-25 മിനിറ്റ് സ്റ്റീം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആവിയെല്ലാം പോയി, ഒത്തിരി ചൂടൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം കൂടിയാണിത്. കുഞ്ഞു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.